ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാർത്തയുണ്ടോ? മനസ്സിലായില്ല എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തുടങ്ങി വാർത്തയുണ്ടോ? ഞങ്ങൾ രക്ഷകർത്താക്കൾ ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഇന്നേവരോടെ പോയിട്ടില്ല. ചുമ്മാതല്ല, ഒരിക്കൽ ചീത്തയായ പിള്ളേരാരും പിന്നീട് നന്നാവത്തത്. അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു. പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചു നടന്നാലേ ഇങ്ങനൊക്കെ സംഭവിക്കും. ഇനി മുതൽ നമ്മുടെ ലൈഫ് പെണ്ണുമില്ല തല്ലുമില്ല. അവൻ ഇനി ഇടിച്ചുറക്കം. ഞാൻ ബ്രോയുടെ പേരെന്താ? റെഡി. നല്ല തൊരിഞ്ഞ പേര്. നീ അവരെ പോലെ അല്ല, നിനക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. എല്ലാവരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ തലവെട്ട് അന്ന് തീർന്നു. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മാരൊക്കെ നന്നാവുള്ളൂ. നീയേ നശിച്ചു, മറ്റുള്ളവരുടെ ജീവിതവും കൂടെ നീ നശിപ്പിച്ചല്ലടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവനെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുത്തതല്ലേ തിരിച്ചു കിട്ടും. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. ഇവിടെ വിലയില്ലെന്ന് പറയുന്ന പല കാര്യത്തിനും വിലയാണ്. ബയോപിക് ഓഫ് എ ബില്യൺസ് ഓഫ് ബോയ്സ്. അപ്പൊ ഗൈസ് കുറെ ചിരിച്ചു, പിന്നെ നമ്മളെ ഒന്ന് സൈഡാക്കി. എന്തായാലും പെർഫോമൻസ് ഒക്കെ പക്കയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മറ്റേ ജോമോൻ. പുള്ളി മറ്റേ ഗുരുവായൂരമ്പല നടയിലൊക്കെ എനിക്ക് പുള്ളിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ പടത്തിലും പുള്ളി കയറി സ്കോർ ചെയ്യും ഉറപ്പാണ്. പിന്നെ അച്ഛൻ ക്യാരക്ടേഴ്സ് ചെയ്ത മറ്റേ പേരെനിക്ക് ഓർമ്മയില്ല, മറ്റേ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന അസീസ് നെടുമങ്ങാട്. പുള്ളി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരുടെ ക്യാരക്ടറും നന്നായിട്ടുണ്ട്. പിന്നെ അവസാനം ജഗദീഷ് ഏട്ടൻ പറയുന്ന ഡയലോഗ്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമ്മൾ അവനെ അനുവദിച്ചിട്ടുണ്ടോ, കൊടുക്കുന്നല്ലേ തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന സംഭവമൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. നമുക്ക് കണക്റ്റായി പടം. നമ്മുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുടെ ജീവിതമൊക്കെയാണ്. അങ്ങനെയാണ് തോന്നിയത് ട്രെയിലർ കണ്ടപ്പോൾ. അപ്പോൾ ഒരു പടം വിജയിക്കുന്ന എപ്പോഴാണ് നമുക്ക് ആ സിനിമയായിട്ടൊരു കണക്ട് വരുമ്പോഴാണ് പടം വിജയിക്കുന്നത്. എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ വളരെ കണക്റ്റഡ് ആയി. കാരണം ഞാൻ നമ്മൾ കണ്ട് വളർന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ ജീവിതമാണ് ഈ സിനിമ. അപ്പം പിന്നെ ഈ പടം തിയേറ്ററിൽ വലിയ വിജയമാണെന്ന് വിചാരിക്കണു. കാരണം ഈ ഒരു കണക്ഷൻ തിയേറ്ററിൽ വന്നിട്ടും പ്രേക്ഷകന് കിട്ടുകയാണെങ്കിൽ പടം ഹിറ്റായിരിക്കും. അപ്പോൾ വാഴ കൊലയ്ക്കോ ഇല്ലയോ എന്നൊക്കെ ഓഗസ്റ്റ് 15 നമുക്ക് കണ്ടറിയാം. ഗുഡ് ബൈ ഗൈസ്.